നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ഫ്രഞ്ച് ഡിഫൻഡറായ റാഫേൽ വരാന റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയത്. തുടക്കത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വരാനെ ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് ക്ലബിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വേണ്ടത്ര അവസരങ്ങൾ പരിശീലകനായ എറിക് ടെൻ ഹാഗ് അദ്ദേഹത്തിന് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ റാഫേൽ വരാനെ ഇപ്പോൾ ക്ലബിൽ അസംതൃപ്തനാണ്. അദ്ദേഹം ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകൾ ഈ ഒരു കാലത്ത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അൽ നസറുമായി ബന്ധപ്പെട്ട റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അത് ഒന്നുകൂടി ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതായത് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത് റാഫേൽ വരാനയെ സ്വന്തമാക്കാൻ, വരുന്ന സമ്മറിൽ സ്വന്തമാക്കാൻ അൽ നസറിന് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവർ ഒരു ഓഫർ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു വർഷത്തേക്ക് 50 മില്യൺ പൗണ്ടാണ് സാലറി ആയിക്കൊണ്ട് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ തുക തന്നെയാണ്. ഈ തുക സ്വീകരിച്ചുകൊണ്ട് റാഫേൽ വരാനെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊണ്ട് അൽ നസറിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും വലിയ സാലറി അദ്ദേഹത്തിന് ഇപ്പോൾ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തന്നോടൊപ്പം മുൻപ് കളിച്ച താരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ അൽ നസറിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റയൽ മാഡ്രിഡിൽ വെച്ചുകൊണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ചുകൊണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഒരുമിച്ച് കളിച്ചിട്ടുള്ള താരമാണ് റാഫേൽ വരാനെ. മാത്രമല്ല അലക്സ് ടെല്ലസ് ഇപ്പോൾ അൽ നസറിന്റെ താരമാണ്. അതുപോലെ തന്നെ മറ്റു പല സൂപ്പർ താരങ്ങളും ഇപ്പോൾ അൽ നസറിലുണ്ട്. അതുകൊണ്ട് തന്നെ റാഫേൽ വരാനെ അൽ നസറിനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ കാസമിറോയെ സ്വന്തമാക്കാനും ഇപ്പോൾ അൽ നസറിന് താല്പര്യമുണ്ട്. അവർ എത്രത്തോളം ശ്രമങ്ങൾ നടത്തും, അത് എത്രത്തോളം ഫലം കാണും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.